നമസ്കാരം. പൊളിറ്റിക്കൽ ഇസ്ലാം, മുസ്ലിം ലീഗ് അവരുടെ തീട്ടൂരങ്ങൾ പിന്നാലെ വന്നുകൊണ്ടിരിക്കുകയാണ്. നേരിട്ടും അല്ലാതെയും അവരുടെ പിണിയാളുകൾ മുഖാന്തരവും. ഇപ്പോൾ ബിന്ദു കൃഷ്ണ, രമേശ് ചെന്നിത്തല അവരുടെയൊക്കെ തലവെട്ടിക്കളയണം എന്നുള്ളതാണ് പറയാതെ പറയുന്ന തീട്ടൂരം. അത് അനുവദിച്ചു കൊടുത്തേക്ക് സതീശ, അതാണ് നല്ലത്. അല്ലെങ്കിൽ ഈ പാണക്കാടനും അവൻ്റെ സ്വന്തം പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ടുള്ള മുസ്ലിം ലീഗും ഒക്കെയും കൂടി തന്നെ അവിടെ മുഖ്യമന്ത്രി കസേരയിൽ പിടിച്ചിരുത്തിയെന്നാണല്ലോ പറയുന്നത്. അവിടെ നിന്ന് ചിലപ്പോൾ താഴെ ഇറക്കും കേട്ടോ, ചവിട്ടി പുറത്താക്കും. മന്ത്രിമാരാരെ കാണണം എന്ന് തീരുമാനിക്കാൻ കേരളത്തിലെ മന്ത്രിമാർ ആരെയൊക്കെ കാണണം എന്ന് തീരുമാനിക്കാൻ ഇവന്മാരാരാണ് വാസ്തവത്തിൽ? വെള്ളാപ്പള്ളി നടേശൻ അവർകൾ SNDPയുടെ പരമോന്നത നേതാവാണ് കഴിഞ്ഞ 4 ദശകങ്ങളായിട്ട്. അദ്ദേഹം പറഞ്ഞത് വർഗീയത, അദ്ദേഹം പറഞ്ഞത് ലീഗിൻ്റെ വർഗീയതയെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പം അത് സത്യമാണെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ. ഒരു വീടിനകത്ത് 10 കുട്ടികളുണ്ടെങ്കിൽ 10 അപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് ഒന്നേ അവകാശമുള്ളൂ. പക്ഷേ അതിൽ ഗ്രഹണി പിടിച്ച കുട്ടികളുണ്ട്, അത് 10 വേണമെന്ന് പറയും, തിന്നാനോട്ട് കഴിയൂല. ഇതാണിപ്പോൾ ഈ മുസ്ലിം ലീഗ് മതയോളികൾ, മുസ്ലിങ്ങളല്ല കേട്ടോ, അവരുടെ നിലപാട് ഇതാണ്. മൊത്തം ഹിന്ദുവിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് സ്ഥിരം പറയുന്ന ഒരു മുട്ടാപ്പോക്കുണ്ടല്ലോ, സംഖ്യകളെയാണ് ഹിന്ദുവിനെ അല്ല എന്ന്. ഹിന്ദുക്കളെ തന്നെയാണ് പറയുന്നത്. എന്നിട്ട് എടുത്തു പറയും ഹിന്ദുക്കളിൽ കുറേ നല്ലവരൊക്കെ ഉണ്ട്, എന്നാൽ ഹിന്ദുക്കൾക്കകത്ത് ചില തീവ്രവാദികളുണ്ട്. ഒരു ഹിന്ദുവിനെയും ഈ രീതിയിലുള്ള മതത്തിൻ്റെ കാഠിന്യം മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു മുസ്ലിമിന് ഇഷ്ടമല്ല. അങ്ങനെയാണ് അവരെ ആക്കി തീർത്തിട്ടുള്ളത്. ഒരു തരം ചാവേർ പടയാളികളാണ് സമസ്തയുടെ അബൂബക്കറുണ്ടല്ലോ, രോമക്കച്ചവടക്കാരൻ, അവൻ്റെ കൂട്ടത്തിലുള്ള ആളുകളും ഇപ്പോൾ പാണക്കാടന്മാരുടെ കൂട്ടത്തിലുള്ള ആളുകളും. അവർ മുസ്ലിങ്ങളല്ല, ചാവേർ പടയാളികളാണ്. അവർ കൂട്ടമായിട്ട് വന്ന് അറ്റാക്ക് ചെയ്യുക. അത് ഈച്ചകളാണെങ്കിലും മതി. ലക്ഷക്കണക്കിന് ഈച്ചകൾ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രാണികൾ വന്നു കഴിഞ്ഞാൽ, കൊതുകുകളായാലും മതി. ഏതു വലിയ ശക്തനായിട്ടുള്ള മൃഗവും ഓടിപ്പോകും പേടിച്ചിട്ട്. അപ്പോൾ കടന്നലാണെങ്കിലോ? ഈ രീതിയിൽ കാലങ്ങളേറെയായിട്ട് ഇവർ LDFനെയും UDFനെയും ഭയപ്പെടുത്തി. ഒപ്പം കേരളത്തിലെ ഇതര സമൂഹങ്ങളുടെ സൗമനസ്യത്തെ മുതലെടുത്തുകൊണ്ട് അവരെയും ഭയപ്പെടുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോയിരുന്നത്. ഇപ്പം കളി മാറി തിരിഞ്ഞു വന്ന് 22 എത്തിയിരിക്കുകയാണ്. ഈ ഒരു കാര്യം ഇവിടുത്തെ ഇപ്പോൾ ഭരിക്കുന്നവർക്കറിയാം. 22 ഉള്ളൂ, പോനാൽ പോട്ടും പോടാ എന്ന് പറയാനുള്ള ധൈര്യം ഇപ്പോൾ ഇവിടെ ഭരിക്കുന്നവർക്ക് വന്നു കഴിഞ്ഞു. അതിൻ്റേതായിട്ടുള്ള ധൈര്യക്കുറവ് പാണക്കാട്ട മതയോളികൾക്കും വന്നു കഴിഞ്ഞു. 22 ഉള്ളൂ.
ആ 22-നെ പിടിച്ച് പൂച്ചക്കുട്ടിയെ പുറത്തിടുന്ന പോലെ കഴുത്തിൽ പിടിച്ച് പുറത്താക്കി കഴിഞ്ഞാലും ഇവിടുത്തെ കാര്യങ്ങൾ നടക്കും. വെള്ളാപ്പള്ളി നടേശൻ പറയാതിരിക്കാൻ വയ്യ. കേരളത്തിലെ ഏറ്റവും വലിയ സാമുദായിക സംഘടനയായിട്ടുള്ള SNDPയുടെ ജനറൽ സെക്രട്ടറിയാണ്. കഴിഞ്ഞ 40-40ഓളം വർഷങ്ങളായിട്ട് അദ്ദേഹം തന്നെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആളാണ്. ശ്രീനാരായണ ഗുരുദേവൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച സംഘടനയാണ് SNDP. അതൊരു സാമുദായിക സംഘടനയല്ല, അതൊരു വർഗീയ സംഘടനയല്ല. അതിന് മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ പേര് പോലും ചാർത്തി കൊടുത്തിട്ടില്ല. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്നാണ് അതിൻ്റെ പേര്. മതത്തിൻ്റെ പേരും പറഞ്ഞ് മുസ്ലിം എന്ന പേരും കൂടി ചാർത്തിക്കൊണ്ട് മതത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന സംഘടനക്കാരാണ്, അഥവാ മുസ്ലിം ലീഗുകാരാണ് SNDPയെ വർഗീയം 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 എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നത്. പറഞ്ഞ് ഇല്ലാത്തതിനെ ഉണ്ടാക്കുക, അതവരുടെ ഒരു തന്ത്രമാണ്. അതിനു വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് എന്ന് പറയുന്നു. ദുബായിലൊക്കെയുള്ള KMCCയെ പോലുള്ള സംഘടനകൾ അവരിറക്കി വിടുന്ന ചില പ്രസ്താവനകൾ അതേപടി എടുത്ത് വിഴുങ്ങി ഛർദ്ദിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെയുള്ള മൊബൈൽ കയ്യിലുള്ള പിള്ളേർ. ആയതുകൊണ്ട് തന്നെ എനിക്കെതിരെ പോലും വരുന്ന പല പ്രസ്താവനകൾക്കും ഒരു ഐകരൂപ്യമുണ്ട്, രൂപ നമുക്കതിൽ കാണാൻ കഴിയുന്ന സാധനം. അപ്പോൾ ഏതോ ഒരു സെൻട്രലൈസ്ഡ് പവർ സിസ്റ്റത്തിൻ്റെ അത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു സ്ഥിരം പരിപാടിയാക്കി മാറ്റിയിരിക്കുകയാണ് ഇവർ. എന്നിട്ട് എവിടെ എത്തിയെന്നൊരു ചോദ്യമുണ്ട്. ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? വെള്ളാപ്പള്ളി നടേശനെ ഈ കേരളത്തിലുള്ള ഏറ്റവും അധമനായിട്ടുള്ള വ്യക്തിയാക്കി മാറ്റാനുള്ള നിങ്ങളുടെ ശ്രമം ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? നിങ്ങൾ മൊബൈലിനകത്ത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്ത പൈസ മുഴുവൻ വേസ്റ്റായി പോയില്ലേ? അദ്ദേഹത്തിനെതിരെ നോട്ടീസ് അടിച്ചത് മുഴുവൻ വേസ്റ്റായി പോയില്ലേ? അദ്ദേഹത്തിനെതിരെ സംസാരിച്ചത് മുഴുവൻ വേസ്റ്റായി പോയില്ലേ? ഇന്നിപ്പോൾ എന്താണ് കാണുന്നത്? LDF ഭരിക്കുമ്പോഴും UDF ഭരിക്കുമ്പോഴും സ്ഥിതി ഇതുപോലെ തന്നെയാണ്. ക്യൂ ആണ് അവിടെ, വരിയായിട്ട് നിൽക്കുകയാണ് അവിടെ. എന്തിനാണ്? വെള്ളാപ്പള്ളി നടേശൻ അവരുടെ ആശീർവാദം വാങ്ങിക്കാൻ. പണ്ട് ഇതേ സ്ഥിതിയായിരുന്നു പാണക്കാട് മതയോളികളുടെ വീട്ടിലുണ്ടായിരുന്നത്. അപ്പം അത് കാണാനില്ല. കാരണം എന്താ? 22 ഉള്ളൂ. അതിങ്ങനെ ഞാന്ന് എടുക്കുകയാണ്. അതിനെ കട്ട് ചെയ്ത് കളഞ്ഞാലും വലിയ കുഴപ്പമില്ലെന്ന് ഇവിടെയുള്ള LDFനും അറിയാം, UDFനും അറിയാം, BJPക്കും അറിയാം, ഈ പറയുന്ന പാണക്കാട്ട് മതയോളികൾക്കും അറിയാം. അതുകൊണ്ട് അവർക്കൊന്ന് അടങ്ങിയിരിക്കുകയാണ് സാരം. പലപ്പോഴും പറയുന്നുണ്ട് പാണക്കാടന്മാരെന്ത് തെറ്റ് ചെയ്തു? അവർ തെറ്റുകളെ ചെയ്യുന്നുള്ളൂ, തെറ്റുകൾ ചെയ്യിപ്പിക്കുന്നുമുണ്ട്. അതാണ് നമ്മൾ മറ്റേ തൊടുപുഴയിലോ മറ്റോ കണ്ടത്. അവർ തെറ്റുകൾ ചെയ്യിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് പുറകിൽ നിന്നുകൊണ്ട്. ഇന്നിപ്പോൾ അതെല്ലാം പരസ്യമായി കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. ഈ തെരഞ്ഞെടുപ്പോടുകൂടി എല്ലാം പരസ്യമായിട്ട് കഴിഞ്ഞു. ഏതായാലും മന്ത്രി ബിന്ദു കൃഷ്ണ അതൊരു പ്രതീകമാണ് വാസ്തവത്തിൽ. മന്ത്രി ബിന്ദു കൃഷ്ണ ആ സംഘടനയിൽ വിശ്വസിക്കുന്ന ആളാണ്. അവരാരെ കാണണം എന്നുള്ളത് അവരുടെ മാത്രം അവകാശമാണ്. പക്ഷേ ഇന്നലെ എന്നോണം വരെ അത്തരം കാര്യങ്ങൾ ഞാൻ ആ സംഘടനയിൽ വിശ്വസിക്കുന്നു. ഞാനൊരു ഈഴവ സ്ത്രീയാണ്, എനിക്ക് എൻ്റെ നേതാവാണ് വെള്ളാപ്പള്ളി, അദ്ദേഹം എനിക്കൊരു കാരണവരെ പോലെയാണ്, എൻ്റെ ഒരു മുത്തച്ഛനെ പോലെയാണ്. ആയതുകൊണ്ട് എന്തു ചെയ്യണം? രഹസ്യമായിട്ട് പോയി കാണണം. കാരണം എന്താണ്? കാരണം ഈ ഭാഗത്തുനിന്നുള്ള സമ്മർദ്ദം. പക്ഷേ ആ സമ്മർദ്ദം ഇപ്പോഴില്ല. കാരണം എന്താണ്? 22 അത് മാത്രമേ തൂങ്ങി കിടക്കുകയാണ്. പിടുക്ക് പോലെ കട്ട് ചെയ്ത് കളഞ്ഞാലൊന്നും സംഭവിക്കില്ല. അത് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ബിന്ദു കൃഷ്ണയ്ക്ക് പരസ്യമായിട്ട് വെള്ളാപ്പള്ളി നടേശൻ അവരെ കാണാനും നമസ്കരിക്കാനും അനുഗ്രഹം ഏറ്റുവാങ്ങാനുള്ള സന്ദർഭമൊരുക്കിയത്. ഇതിപ്പോൾ ബിന്ദു കൃഷ്ണയുടെ കാര്യം മാത്രമല്ല,
അതിൻ്റെ പുറകിൽ പലരും, രമേശ് ചെന്നിത്തല അടക്കമുള്ള ആൾക്കാർ. പണ്ടാണെങ്കിലോ ആരും അറിയാതെ പേടിച്ച് തലയിൽ കൂടെ മുണ്ടിട്ട് പണ്ടത്തെ ബ്രാഹ്മണന്മാർ കള്ളു കുടിക്കാൻ പോണ പോലെ അങ്ങനെയാണ് പോയിരുന്നത്. ഇപ്പം അതിൻ്റെ ആവശ്യമില്ലെന്ന് മനസ്സിലായി. വീണ്ടും പറയട്ടെ, കാരണം 22 അത്രയേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. ആയതുകൊണ്ട് തന്നെ ആ 22-നെ കട്ട് ചെയ്താൽ, ഇവരൊരിക്കൽ പറഞ്ഞല്ലോ, പ്രിയങ്കയെയും അതുപോലെ തന്നെ രാഹുലിനെയും ഞങ്ങൾ കട്ട് ചെയ്ത് കളയും കേരളത്തിൽ നിന്ന്. അതേ കേരളത്തിലെ UDFകാരിപ്പോൾ പറയാതെ പറയുകയാണ്, ഈ 22-നെ ഞങ്ങൾ കട്ട് ചെയ്ത് കളയുന്നു. ഏതായാലും 5-8 മന്ത്രിസ്ഥാനം കിട്ടിയിട്ടൊരു മൂലയ്ക്ക് ഇരിക്കാം, മാന്യമായിട്ടിരിക്കാം, വലിയ വർത്താനം പറയാതെ. അങ്ങനെയാണെങ്കിൽ ഇത് 1-2 കൊല്ലം മുന്തിത്തള്ളി മുന്നോട്ട് കൊണ്ടുപോകാം. അതിനപ്പുറം പോവില്ല, അത് വേറെ കാര്യം. സമസ്തയുടെ നേതാക്കന്മാരെയും പാണക്കാട് തമ്പുരാനെയും അതുപോലെ നമ്മളുടെ കാന്തപ്പൻ പാർട്ടികളെയും അവരെ കണ്ടാൽ മാത്രമേ അത് മതേതരമാവുകയുള്ളൂ എന്നാണിപ്പോൾ ഈ ലീഗോളികൾ പറയുന്നത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടാവുന്നതിന് മുൻപുള്ള സംഘടനയാണ് SNDP എന്ന് മനസ്സിലാക്കണം. കേരളത്തിൽ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്ത സംഘടന മറ്റുമാണ് SNDP. അതിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ ആയതുകൊണ്ട് 001 ആണെന്ന് ആരും എന്നോട് പറഞ്ഞിട്ട് ശരിയാണെന്ന് അറിയില്ല. ഏതായാലും നിങ്ങളിങ്ങനെ ചരച്ചുകൊണ്ടിരിക്കണം, നിങ്ങളിങ്ങനെ കുരച്ചുകൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ ഇപ്പോൾ വേറൊരു കൂട്ടം ആൾക്കാർ ഭംഗിയായിട്ട് പണിയെടുക്കുന്നുണ്ട്. അടിയിൽ കൂടെയാണ് പണി. അത് ബംഗാളിൽ കണ്ടല്ലോ, അതേ പണി. ഇപ്പം ഏതായാലും നിയമസഭയിലൊരു ഓഫീസ് തുറന്നു, BJP നിയമസഭയിലൊരു ഓഫീസ് തുറന്നു. മാത്രമല്ല, ഇപ്പോൾ അവിടെയുള്ള സാമാജികന്മാരിൽ പലരും മനസ്സുകൊണ്ട് BJPക്കാരാ, അത് വേറെ കാര്യം. ഏതായാലും അവരുടെ പണി കുറഞ്ഞു കിട്ടി. BJPക്കാരുടെ പണി, സംഘപരിവാറിൻ്റെ പണി കേരളത്തിൽ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ലീഗുകാരാണ്. ഈ ഒരു കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അവരുടെ ഈ തീട്ടൂര മറക്കലും ഫത്വ ഇറക്കലും സമ്മർദ്ദപ്പെടുത്തലും കൊണ്ട് എന്താ സംഭവിക്കുക? ഇതാ കണ്ടോ, കേരളം ഒരു ജിഹാദി ഭരണകൂടത്തിൻ്റെ കീഴിലായിപ്പോയി. കേരളം ഒരു ജിഹാദി കേരളമായിപ്പോയി. ആയതുകൊണ്ട് നമ്മൾ ഉണരേണ്ടതുണ്ട് എന്നിങ്ങനെ പറയുന്ന കാര്യത്തിൽ അന്നുണ്ടായതിനേക്കാൾ, പറയുന്ന ഒരേപോലെയാണെങ്കിലും മുമ്പ് പറയുന്നതിനേക്കാൾ അതിന് ശക്തി ഉണ്ടാകും. നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങളറിയാതെ തന്നെ നിങ്ങൾ ചെയ്യുന്നത് സംഘപരിവാറിന് ചുവപ്പ് പരവതാനി വിരിക്കലാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. എല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സ്വാമി എങ്ങനെ മാറിപ്പോയി? ഞാൻ നിന്നിടത്ത് നിൽക്കുകയാണ്. മാറുന്നത് പുറകിലുള്ള ചിത്രങ്ങളാണ് മാറുന്നത്. അമിത്ഷായുടെ കാല് പിടിക്കാൻ പോയ സമയത്ത് ആ രോമക്കച്ചവടക്കാരനോടുമായുള്ള മകനോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ അബദ്ധം കാണിക്കരുത്. ഉടനെ തന്നെ കടന്നൽ കൂട്ടങ്ങൾ അറ്റാക്ക് ചെയ്തു. ഒരു മനുഷ്യന് സഹിക്കാൻ കഴിയാവുന്നതിലപ്പുറമുള്ള അസഭ്യ പ്രയോഗങ്ങളെ കൊണ്ട് തിരിച്ചത് അതേപോലെ പറയാൻ ഞാനും ബാധ്യസ്ഥനായി എന്നുള്ളതാണ്. അങ്ങനെ ആ വിഭാഗം പോയി. എന്നാൽ പോലും പാണക്കാടന്മാരെക്കുറിച്ച് എനിക്കൊരു ധാരണയുണ്ടായിരുന്നു. ഈ രോമക്കച്ചവടക്കാരന്മാരെ പോലെ ആവില്ല. സ്വാർത്ഥ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അവരെല്ലാ അന്തസ്സും ആഭിയാത്യവും എത്തിക്സും വാല്യൂസും ബലി കഴിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഇപ്പം അവരും ചെയ്തു. എന്നെ സംബന്ധിച്ചിടത്തോളം ചാഞ്ഞെടുക്കുന്ന മരമാണ് ഓടിക്കറ, വേണ്ട. എല്ലാം തകർന്നാലും ഇനിയിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിശേഷം മാത്രമേ ഉള്ളൂ, കുഴിയിലേക്ക് എടുത്ത് വയ്ക്കുക. അത് നാട്ടുകാർ ചെയ്തോളും. ആയതുകൊണ്ട് എനിക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. ആയതുകൊണ്ട് തന്നെ പാണക്കാടന്മാർ ചെയ്ത തെമ്മാടിത്തരത്തെയും ഞാൻ വിളിച്ചു പറഞ്ഞു. ഇന്നിപ്പോൾ അത് ശരിയായോ? ഇന്നിപ്പോൾ കേരളം മുഴുവൻ അതേ വാക്കുകളാണ് വിളിച്ചു പറയുന്നത്. മുസ്ലിം സമൂഹത്തിലുള്ള ഈ ലീഗോളികൾ, മുസ്ലിം ലീഗിൻ്റെ മതയോളികൾ, അവരല്ലാത്ത എല്ലാവരും വിളിച്ചു പറയുന്നുണ്ട്. ഞാൻ ധാരാളം ചിത്രങ്ങൾ കാണുന്നുണ്ട്. അതിലൊരു ചിത്രം എന്നെ സ്പർശിച്ചു. ഒരു ലീഗുകാരൻ പച്ചയും ആകെ മൊത്തം പച്ചയായിട്ട്
കമന്നടിച്ച് കിടന്നുറങ്ങുക. എന്നിട്ട് അതിൻ്റെ അടിയിൽ എഴുതുകയാണ് ഇനി ഇതാ നല്ലത്, കൂർക്കം വലിച്ച് കിടന്നുറങ്ങുക, മിണ്ടണ്ട. കേരളത്തിലെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ വിലയിരുത്താൻ കഴിയാത്ത രീതിയിൽ മുഖം പൊത്തി മുഖം താഴ്ത്തി നടക്കേണ്ടത് ഗതികേടാണിപ്പോൾ മുസ്ലിം ലീഗിന് വന്നിട്ടുള്ളത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോഴും ഒരു കാര്യം വീണ്ടും പറയുകയാണ്, മുസ്ലിങ്ങളെക്കുറിച്ചൊരു വാക്ക് ഞാൻ മോശമായിട്ട് പറഞ്ഞിട്ടില്ല. അതിനെനിക്ക് അധികാരമില്ല. അള്ളാഹു എന്ന സങ്കല്പത്തെക്കുറിച്ചോ പ്രവാചകനെക്കുറിച്ചോ ഇസ്ലാമിനെക്കുറിച്ചോ ഖുറാനെക്കുറിച്ചോ എന്തെങ്കിലും പറയാനുള്ള ശേഷി എനിക്കില്ല. അതിനുള്ള വിദ്യാഭ്യാസമില്ല. പറയാം, പഠിച്ചിട്ട് പറയാം, അതിനിനി സമയവുമില്ല. പക്ഷേ കേരളത്തിലെ സാമുദായിക വ്യവസ്ഥയെ രാജനീതി വ്യവസ്ഥയെ കലുഷമാക്കി തീർത്ത് ഈ മുസ്ലിം ലീഗിനെ കുറിച്ച് 2 വാക്ക് കഠോരമായി തന്നെ പറയേണ്ടതുണ്ട്. അതെൻ്റെ ബാധ്യതയാണ്. അത് ഞാൻ നേരത്തെ ചെയ്തു വെച്ചു. ഇന്നിപ്പോൾ അതിൻ്റെ പേരിൽ അവിടെയുള്ള അടിമകൾ, ആദ്യം രോമക്കച്ചവടക്കാരൻ്റെ അടിമകൾ, ഇപ്പോൾ പാണക്കാട് മതയോളികളുടെ അടിമകൾ, അവർ പറഞ്ഞു പറ്റുന്നത് എന്താ? ഈ സ്വാമി മുസ്ലിങ്ങൾക്കെതിരാണ് പറഞ്ഞോ, ഈ സ്വാമി മുസ്ലിങ്ങൾക്കെതിരാണ് പറഞ്ഞോ വീണ്ടും വീണ്ടും പറഞ്ഞോ. ആ പറച്ചിലുള്ള അന്തസത്തയില്ലായ്മ മനസ്സിലാക്കാൻ കഴിവുള്ള മുസ്ലിങ്ങൾ മാത്രം മതി എനിക്ക് സുഹൃത്തുക്കളായിട്ട്. അവരെ മാത്രമേ ഞാൻ സ്നേഹിക്കാനും കണ്ടിട്ടുള്ളൂ എന്ന് സാരം. ഒരു ചെക്കൻ അവിടെ ആലപ്പുഴയിലെ മറ്റോ ഇരുന്നിട്ട് ഒരു പപ്പടത്തൊപ്പിയും വെച്ചുകൊണ്ട് എനിക്കെതിരെ ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അവൻ പറഞ്ഞിരുന്നത് ഇയാൾ മുസ്ലിം ചാരനാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വേശ്യാസ്ത്രീകളെ പിടിച്ചു കൊണ്ടുപോയിട്ട് കോടതിയിൽ ചെല്ലുമ്പോൾ കോടതി ചോദിക്കും, എന്താന്ന് ചോദിക്കുമ്പോൾ പറയും ഇയാളാണ് എന്നെ വ്യഭിചരിച്ചതെന്ന്. ആര്? ഈ പോലീസ് ഇൻസ്പെക്ടർ. ഇത് പറയുന്ന പോലെ ഈ രോമക്കച്ചവടക്കാരൻ്റെ ഗൂഢമായിട്ടുള്ള പദ്ധതി, RSSന് ആനുകൂല്യം പ്രസ്താവിച്ചുകൊണ്ടുള്ള ഗൂഢമായിട്ടുള്ള പദ്ധതി കൃത്യമായിട്ട് ഞാൻ പൊളിച്ചു കൊടുത്തു. അപ്പോൾ തന്നെ ഇയാൾ പറയാൻ തുടങ്ങി, ഈ ചെക്കൻ പറയാൻ തുടങ്ങി, അയാൾ ചാരനാണ്. ഇപ്പം ഞാൻ പറയുന്നത് എന്താ? ഞാൻ ചാരനാണ്. ഇനിയിപ്പോൾ അവനെന്താ വീഡിയോ ചെയ്യാനുള്ളത്? ഞാൻ ചാരനാണ്. ബുദ്ധിയും വിവരമുള്ള മുസ്ലിങ്ങൾ കൂടി ഒന്ന് പറയട്ടെ ഈ സ്വാമി ചാരനാണെന്ന്. അത് ഒരാൾ പറഞ്ഞാലും മതി. ഒരാളല്ല, 100 ആൾ പറയുന്നുണ്ട്, 1000 ആളുകൾ പറയുന്നുണ്ട്. എൻ്റെ സുഹൃത്തുക്കളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. എനിക്ക് വേണ്ടത് ക്രിസ്ത്യൻ സുഹൃത്തുക്കളെയാണ്, എനിക്ക് വേണ്ടത് മുസ്ലിം സുഹൃത്തുക്കളെയാണ്, എനിക്ക് വേണ്ടത് ഹിന്ദു സുഹൃത്തുക്കളെയാണ്, എനിക്ക് വേണ്ടത് കേരള കോൺഗ്രസ് സുഹൃത്തുക്കളെയല്ല, എനിക്ക് വേണ്ടത് മുസ്ലിം ലീഗ് അല്ലെങ്കിൽ സമസ്ത സുഹൃത്തുക്കളെയല്ല, എനിക്ക് വേണ്ടത് RSS സുഹൃത്തുക്കളെയല്ല. സ്വന്തമായിട്ട് അസ്തിത്വം, വ്യക്തിത്വം, അന്തസ്സും ആഭിജാത്യവും തറവാടിത്വവുമുള്ള സ്വയമായിട്ട് നിലപാടെടുക്കാൻ കഴിയുന്ന ആളുകളെ മാത്രമേ എനിക്ക് സുഹൃത്തുക്കളായിട്ട് മതി തൽക്കാലം. ബാക്കിയെല്ലാം പിരിഞ്ഞു പോ. ഇപ്പോഴും സബ്സ്ക്രിപ്ഷൻ കുറയുന്നില്ല. കാരണം അപ്പുറത്ത് കൂട്ടി കൊണ്ടുവരാൻ ആൾക്കാരുണ്ട്. എല്ലാ പണ്ടാരക്കെട്ടൊന്ന് ഒഴിഞ്ഞു പോട്ടെ. ഞാൻ ദിവസം കാലത്തെടുത്ത് നോക്കും. ഇപ്പോൾ പണ്ടത്തെ പോലെ അത്ര വലിയ തെറിവിളികളൊന്നും കാണാനില്ല. മതിയും കൊതിയും തീർന്നുണ്ട്. കാരണം ഇപ്പോൾ തെറിവിളിയും അസഭ്യം പറച്ചിലിപ്പോൾ ബിന്ദു കൃഷ്ണയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞിട്ടുണ്ട്. എന്നോട് ഒരാളതിനകത്ത് എഴുതിയിട്ടുണ്ട്, സ്വാമി എത്ര നല്ലവനായിരുന്നു എന്ന്. സ്വാമി ഉള്ളത് സത്യം പറഞ്ഞു എന്ന്. ഭാഗ്യം ഒരാളേലും പറഞ്ഞല്ലോ. ഏതായാലും ഹൈന്ദവരെ മുഴുവൻ അമ്പലനടയിൽ പച്ചക്കിട്ട് കത്തിക്കും, കുന്തിരിക്കും, മറ്റുള്ള കാര്യങ്ങളുടെ കാര്യം അറിയാലോ എന്ന് ഹാലിളകി ഭീഷണി മുഴക്കിയിട്ടുള്ള മുസ്ലിം ലീഗും അതിൻ്റെ നേതാവ് പാണക്കാട് തമ്പുരാനും അയാളേക്കാൾ വലിയ വർഗീയവാദിയാണോ വാസ്തവത്തിൽ? ആ കാര്യമാണ് ചൂണ്ടിക്കാണിച്ചത്. അവരുടെ വർഗീയവാദത്തിൻ്റെ കാര്യമാണ് വെള്ളാപ്പള്ളി നടേശൻ അവർ ചൂണ്ടിക്കാണിച്ചത്. ഇപ്പോൾ UDFനകത്തുള്ള ഹൈന്ദവ നേതാക്കൾ, ഹൈന്ദവ MLAമാർ, അതുപോലെ മന്ത്രിമാർ മുസ്ലിം ലീഗിൻ്റെ, പാണക്കാടിൻ്റെ, ജമായത്ത് ഇസ്ലാമിയുടെ തീട്ടൂരമനുസരിച്ച് ജീവിച്ചാൽ മതി എന്നൊരു സന്ദേശമാണ് ഇപ്പോൾ ഈ ഇസ്ലാമിയ ഭീകരവാദികൾ പുറപ്പെടുവിക്കുന്നത്. അതാണ് ഇപ്പോൾ അവരെ തിരിച്ചടിച്ചിട്ടുള്ളതും അതുതന്നെയാണ്. ഒട്ടുപോലും വില കൽപ്പിക്കാതെയാണ് ബിന്ദു കൃഷ്ണ അവിടെ പോയത്. പിന്നെയും ഒരുപാട് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്.
ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി എന്താണ്? ക്ഷീര ദിനാശംസകൾ. മുഖത്ത് അടി കിട്ടിയ പോലെയായില്ലേ ലീഗുകാർക്ക്? ചെള്ളയ്ക്ക് അടി കിട്ടിയ പോലെയായില്ലേ ലീഗുകാർക്ക്? പിൻകഴുത്തിൽ അടി കിട്ടിയ പോലെയായില്ലേ ലീഗുകാർക്ക്? ഇപ്പോഴും ബിന്ദുകൃഷ്ണ ആരാണ്? UDFൻ്റെ മന്ത്രി. അവരെ പിടിച്ച് പുറത്താക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താണ്? 22 ഉള്ളൂ. ബിന്ദു കൃഷ്ണ ഒരു കത്രിക കൊണ്ടുവന്ന് ആ പിടുക്കം കൂടെ അറുത്ത് കളയും. അത് കഴിഞ്ഞാൽ തെരുവ് തണ്ടേണ്ട വരും. LDFന് പോയി അവർ ബ്രഷ് എടുത്ത് കൊടുക്കും, ചുമര് മുഴുവൻ വൈറ്റ് വാഷ് ചെയ്യാൻ പറഞ്ഞിട്ട് ലീഗോളികൾക്ക്. ഏതായാലും 22 അവസാനിച്ച് നിൽക്കുകയാണ് കാര്യങ്ങൾ. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുന്ന അവസ്ഥയെത്തി എന്ന് പറയുന്നതാണ് കുറച്ചുകൂടിയും ശരി. ഇവിടെ ഇവർ ഫത്വ പുറപ്പെടുവിക്കലുണ്ടായിരുന്നു. അതാണ് ഇപ്പോഴും കണ്ടത്. ഫത്വ പുറപ്പെടുവിക്കൽ. പ്രിയങ്ക വരാൻ പാടില്ല, ഫത്വ. സോണിയ വരാൻ പാടില്ല, ഫത്വ. രാഹുൽ വരാൻ പാടില്ല, ഫത്വ. KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാവാൻ പാടില്ല, ഫത്വ. സതീശിനെ മുഖ്യമന്ത്രി ആക്കി കൊല്ലണം, ഫത്വ. ഇതെല്ലാം ജിഹാദികൾ ഫത്വ പുറപ്പെടുവിച്ച് തുടങ്ങിയതേ ഉള്ളൂ. അപ്പം തന്നെ ഒടുങ്ങിയെന്നാണ് തോന്നുന്നത്. ആദ്യം പ്രിയങ്ക ഗാന്ധിക്കെതിരായിട്ട്, പിന്നെ രാഹുൽ ഗാന്ധിക്കെതിരായിട്ട്. ഏതായാലും അവിടെ വെച്ച് കോൺഗ്രസിനെ ഭയപ്പെടുത്തി കാര്യം നേടി. ഇങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ആ 22 നോട്ട് ദ പോയിൻ്റ്, ആ 22 കങ്കാളങ്ങളെയും ഒഴിവാക്കി ഭരിക്കുന്നൊരു സാഹചര്യം അനധിവിദൂരമായിട്ടുള്ള ഭാവിയിൽ ഉണ്ടാകാൻ പോവുകയാണ്. ഇവിടുത്തെ 30% വരുന്ന ജനസമുദായത്തിൻ്റെ ആ സമുദായ സംഘടനാ നേതാവാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർകൾ. കഴിഞ്ഞ 4 ദശകങ്ങളായിട്ട് ഈഴവ സമൂഹത്തിൻ്റെ അനിഷേധ്യ നേതാവാണ് വെള്ളാപ്പള്ളി. അദ്ദേഹത്തെ രമേശ് ചെന്നിത്തല പോയി കണ്ടിട്ടുണ്ട്, പിന്നീട് ബിന്ദു കൃഷ്ണ പോയി കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും മകനെയും പോയി കാണുന്നുണ്ട്. അവർ വർഗീയവാദികളാണെന്നാണ് ലീഗോളികൾക്ക് തോന്നുന്നതെങ്കിൽ അവരെ പുറത്താക്കാൻ പറ. ബിന്ദു കൃഷ്ണയെ പുറത്താക്കാൻ പറയുക. പണ്ടൊക്കെ ചെയ്തിരുന്നല്ലോ, നിങ്ങൾക്ക് എന്തു വേണം, ഞങ്ങൾക്ക് 6 മന്ത്രി വേണം, ഞങ്ങൾക്ക് 10 മന്ത്രി വേണം, ഞങ്ങൾ അത് ചെയ്യണം, അല്ലെങ്കിൽ ഞങ്ങളിവിടെ തകർത്ത് കളയും, UDF ഞങ്ങൾ പുറത്തു വരും. ഇപ്പോൾ ധൈര്യമുണ്ടോ പറയാൻ? ഇപ്പോൾ ധൈര്യമുണ്ടോ പറയാൻ? ലീഗുകാർ വെള്ളാപ്പള്ളിയോട് കാണിക്കുന്ന വിരോധം യഥാർത്ഥത്തിൽ ഹിന്ദു വിരോധമാണ്, മതവിരോധം തന്നെയാണ്. വെള്ളാപ്പള്ളി മുസ്ലിം പ്രീണനത്തെയും അതുമൂലം നേട്ടമുണ്ടാക്കുന്ന മുസ്ലിം ലീഗിനെയുമാണ് എപ്പോഴും വിമർശിച്ചിട്ടുള്ളത്. അദ്ദേഹം ഒരിക്കൽ പോലും മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം എടുത്ത് വിമർശിച്ചിട്ടേയില്ല, ഇസ്ലാമിനെ വിമർശിച്ചിട്ടില്ല, അവരുടെ ആചാര ഉപചാരങ്ങളെയും വിമർശിച്ചിട്ടില്ല. ഏതായാലും ഒന്ന് ഓർത്തുകൊള്ളുക, കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് കേരളത്തിൽ നടപാടുന്ന ഇസ്ലാമോഫോബിയ എന്ന ഭ്രാന്ത്, മാനസിക വൈക്ലഭ്യം ഇപ്പോൾ പല കാരണങ്ങളെ കൊണ്ടും അമർന്നിരിക്കുകയാണ്, ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്, അഥവാ വലിയ രൂപത്തിൽ കുറഞ്ഞു പോയിട്ടുണ്ട്. അതിന് അഭിമാനത്തോടുകൂടിയും അഹങ്കാരത്തോടുകൂടിയും പറയട്ടെ, എന്നെപ്പോലുള്ള ആളുകളുടെ മനസ്സും തനസ്സും മറന്നുകൊണ്ടുള്ള വ്യയം വലിയ കാരണമായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അതേ ഇസ്ലാമോഫോബിയയ്ക്ക് വെള്ളവും വളവും കൊടുത്ത് അതിനെ വളർത്തിക്കൊണ്ടുവരുന്നത് ഇതേ മുസ്ലിം ലീഗ് മതയോളികൾ തന്നെയാണ്. അതിൻ്റെ പരിണതഫലം എന്താണെന്ന് അവരറിയുന്നില്ല. 56% വരുന്ന ഹിന്ദുക്കളുടെ മനോഭാവത്തിന് വലുതായിട്ടുള്ള മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഈ മുസ്ലിം ലീഗ് മതയോളികളുടെ ശരിയല്ലായ്മകൾ കൊണ്ട് ഈ സർക്കാർ കാലം തികയാതെ കാലം ചെയ്യും. അതിനുശേഷം ഇതേപോലെ തന്നെ വൻ ഭൂരിപക്ഷത്തോടു കൂടിയിട്ട് മറ്റൊരു സർക്കാർ വരുന്ന കാലം അതിന് 5 വർഷം പിടിക്കില്ല. കാലം വിദൂരമല്ല. ഇപ്പോഴത്തെ ഭരണകൂടത്തെ സർക്കാരിനെ മുസ്ലിം ലീഗ് സർക്കാരാക്കാൻ, ജിഹാദി സർക്കാരാക്കാൻ, ലീഗ് ഭരിക്കും കേരളമാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന നിങ്ങൾക്ക് അതൊരു മറുപടിയായിരിക്കും, അതൊരു ഹിന്ദു സർക്കാരായിരിക്കും. ഇതൊരു സന്ദേശമാണ്. ഞാനതിൻ്റെ വക്താവല്ല, പക്ഷേ സത്യം പറയുന്നു, അതൊരു ഹിന്ദുത്വവാദ അല്ലെങ്കിൽ ഹിന്ദുത്വ സർക്കാരായിരിക്കും അവിടെ വരാൻ പോകുന്നത്. അതിനുള്ള വഴിയും മാർഗവുമാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് മതയോളികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ സർക്കാർ
മുസ്ലിം ലീഗിൻ്റെ കൂട്ടത്തിലുള്ള മുസ്ലിങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി മാത്രം നിലകൊള്ളുന്നതാണെന്ന് എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു. മുസ്ലിം ലീഗിൻ്റെ അടിമകൾക്ക് വേണ്ടി മാത്രം അത്യാവശ്യം എല്ലും കഷ്ണം വലിച്ചിട്ട് കൊടുക്കുന്നു മാത്രം. കാണുന്നവർക്ക് എന്താ തോന്നുക, അയ്യോ നല്ലവർ, അവരവരുടെ സ്വാർത്ഥ താല്പര്യ സംരക്ഷണം ആ കുടുംബവും ആ കുടുംബത്തിനകത്ത് പെട്ട് ആ അറ്റം വരെയുള്ള ഒരു 100, 150, 200 ആളുകളുടെ സന്തോഷ സൗകര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നിലകൊള്ളുന്നത്. ഈ പാവം തൊപ്പിക്കാരത് മനസ്സിലാക്കുന്നുണ്ടോ? ഈ ലീഗോളികളത് മനസ്സിലാക്കുന്നുണ്ടോ? ലീഗിൻ്റെ അടിമകളത് മനസ്സിലാക്കുന്നുണ്ടോ? അറിയില്ല. മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ആയതുകൊണ്ട് തന്നെ മതത്തിൻ്റെ സ്പർദ്ധ മനസ്സിൽ ഒരിക്കലും കാത്തു സൂക്ഷിക്കാത്ത സാധാരണക്കാരായിട്ടുള്ള നല്ലവരായിട്ടുള്ള ഭൂരിഭാഗം ഹിന്ദുക്കൾ ഇപ്പോൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. ഇനി ഹിന്ദുക്കളുടെ കാര്യം മോദിയും BJPയും സംഘപരിവാറും CPMും നോക്കട്ടെ എന്ന്. ഇനി വരുന്ന ദിവസങ്ങളിലെ ഈ ലീഗിൻ്റെ വർഗീയത അതിൻ്റെ യഥാർത്ഥ രൂപം കാണാനിരിക്കുന്നതേ ഉള്ളൂ. മന്ത്രിമാരും MLAമാരും ആരെ കാണണം ആരെ കാണാതിരിക്കണം എന്നുള്ളതിൻ്റെ തീട്ടൂരം കാത്തിരിക്കേണ്ട ഗതികേടിലാണ് കോൺഗ്രസ് അഥവാ UDF MLAമാരും മന്ത്രിമാരും. സ്ഥിതി മാറി വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇനി ഒരു കാലഘട്ടത്തിൽ ഭാവിയിൽ BJP കേരളം ഭരിക്കുന്ന അവസ്ഥ വന്നാൽ മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം അവർ വകഞ്ഞു മാറ്റി പാർശ്വവൽക്കരിച്ചാൽ മാറത്തടിച്ച് നിലവിളിക്കാനുള്ള അവകാശം പോലും മുസ്ലിം സമൂഹത്തിനില്ലാതെ പോകും കേട്ടോ. സംഘപരിവാർ വിരുദ്ധരും മോദി വിരുദ്ധരും അമിത്ഷാ വിരുദ്ധർ പോലും ഇപ്പോൾ അവർക്ക് ആനുകൂല്യം പ്രഖ്യാപിച്ച് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ കൊച്ചു കേരളത്തിൽ. അതിന് കാരണക്കാർ ഈ പാണക്കാട്ട് തമ്പുരാക്കന്മാർ തന്നെ. കേരളത്തെ പരിപൂർണമായും മൂന്നും കൂടി അണ്ണാക്കിലേക്ക് കയറ്റിവിടുന്ന രീതിയിലുള്ള പെരുമാറ്റത്തിന് മതേതരത്വം എന്ന പേര്. വെള്ളാപ്പള്ളിയുടെ സകല പ്രവർത്തനങ്ങളെയും വർഗീയത എന്നും പറഞ്ഞ് ജനങ്ങളിലൊരു ബോധം ഉണ്ടാക്കുന്നതിൻ്റെ പുറകിലുള്ള ആസൂത്രിതമായിട്ടുള്ള തെമ്മാടിത്തരം ഇവിടെയുള്ള സാധാരണ ഹിന്ദു അമ്മമാരും ഹിന്ദു പെങ്ങന്മാരും മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. പാണക്കാട് പോയാൽ മതേതരം, അരമന നിരങ്ങാൻ പോയാൽ മതേതരം, ഹിന്ദുമത നേതാവിൻ്റെ മുമ്പിൽ പോയാൽ അത് മതസ്പർദ്ധ, വർഗീയത, തീവ്രവാദം അതല്ലേ പറഞ്ഞ് പരത്തിക്കൊണ്ടിരിക്കുന്നത്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ കണ്ടു എന്ന് പറഞ്ഞ് ബിന്ദു കൃഷ്ണയെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിക്കുന്ന പക്ഷം പാണക്കാട്ട് തമ്പുരാനെ കാണാൻ പോയ എല്ലാവരെയും ഇതേപോലെ തന്നെ ഒറ്റപ്പെടുത്തണം എന്ന ശബ്ദം നമ്മുടെ കേരളത്തിൻ്റെ എയറിൽ മുഴങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പാണക്കാടന്മാരും മുസ്ലിം ലീഗോളികളും ഒരു മതത്തിൻ്റെ പേരും പറഞ്ഞ് ആ മതത്തിന് വേണ്ടി മാത്രം വാദിക്കുകയും അതിനുവേണ്ടി മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ്. അതേസമയം SNDP ഒരു മതത്തിൻ്റെ പേരും ഒരു ജാതിയുടെ പേരും ഉപയോഗിക്കുന്നില്ല, അതിനുവേണ്ടി മാത്രം പ്രവർത്തിക്കുന്നുമില്ല. പാണക്കാടന്മാരും മുസ്ലിം ലീഗ് മതയോളികളും യാതൊരു സംശയവുമില്ല അവർ വർഗീയവാദികൾ തന്നെയാണ്. അവർ മതതീവ്രവാദികൾ തന്നെയാണ്. ഇപ്പോൾ അതിന് പരിപൂർണമായിട്ട് കഴിയുന്നില്ല. കാരണം കയ്യിലൊരു നീരോലി വടിയേ ഉള്ളൂ. അത് RSകാരെ പോലൊരു ദണ്ടാണെങ്കിൽ അവരടി തുടങ്ങും. ഇവിടെ ഈ ലീഗ് നേതൃത്വവും അതുപോലെ ക്രിസ്ത്യൻ ഡോമിനേറ്റഡ് പാർട്ടി നേതൃത്വവും ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. 56% വരുന്ന ഹിന്ദു സമൂഹത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ പ്രാതിനിധ്യം നിയമസഭയിൽ പാർട്ടി ബേസ്ഡ് അല്ല. ആയതുകൊണ്ട് തന്നെ അതിനൊരു പ്രത്യക്ഷമായിട്ടുള്ള രൂപമോ അതിൻ്റേതായിട്ടുള്ള പ്രഭാവമോ ഇല്ല. ഹിന്ദു സമൂഹത്തിൻ്റെ നിയമസഭയിലെ റെപ്രസെൻറ്റേഷൻ ആയതുകൊണ്ട് തന്നെ അദൃശ്യമാണ്. ഒപ്പം ഒരു കാര്യം കൃത്യമായിട്ട് ബോധത്തിൽ വെച്ചുകൊണ്ടിരുന്നാൽ നല്ലതാണ്. അത് മറ്റൊന്നുമല്ല, ഭൂരിപക്ഷ സമൂഹത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ പ്രാതിനിധ്യം നിയമസഭയിലെ പ്രാതിനിധ്യം അദൃശ്യമാണ്, അതിശക്തമാണ്. LDF ഓർ UDF ആര് ഭരിച്ചാലും ഈ
അദൃശ്യമായിരിക്കുന്ന ഈ ശക്തിയെ മറികടന്ന് പോകാൻ കഴിയില്ല എന്നുള്ളത് കാലം തെളിയിച്ചിട്ടുള്ളതാണ്. അതിനെ മറികടന്ന് പോകാൻ എപ്പോഴൊക്കെ ആരൊക്കെ ഏതൊക്കെ പാർട്ടികൾ ശ്രമിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ അതത് രാഷ്ട്രീയ പാർട്ടികൾക്ക് കാലിടറിയിട്ടുമുണ്ട്. അത് തന്നെയാണ് ഈ മുസ്ലിം ലീഗ് മതയോളികൾക്കും പാണക്കാട് തമ്പുരാക്കന്മാർക്കും വരാൻ പോകുന്ന ഗതി, ദുർഗതി ഭാവിയിൽ.